വെൽക്കം ടു മൈ ചാനൽ. ഇന്നിപ്പോൾ മട്ടൻ കറിയുടെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ വളരെ ടേസ്റ്റോടുകൂടി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇതപ്പോൾ അപ്പത്തിനും പുട്ടിനൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ പുട്ടിനാണ് ഈ കറി ഉപയോഗിച്ചത്. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം ഞാനൊരു പാനിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഇതിൽ ഞാൻ വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളകൊന്നും അരിഞ്ഞിട്ടില്ല. നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ വെള്ളം കുറച്ച് മാത്രം ചേർക്കുക. നല്ല തിക്ക് പേസ്റ്റായിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിതിൽ ചേർത്തത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ തക്കാളിയുടെ തൊലി നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ ഇതിൽ മസാല ചേർക്കുന്നതിന് മുമ്പായിട്ട് തക്കാളിയുടെ തൊലി കളഞ്ഞിട്ട് അടിച്ചെടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം ഇതൊന്ന് അടിച്ചെടുക്കാൻ. അപ്പോൾ കഴുകിയെടുത്ത മട്ടൻ ഞാൻ ഇതുപോലെ ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുത്ത മസാല കൂടി അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ആ സെയിം ജാറിൽ തന്നെ കുറച്ച് 2 ടീസ്പൂൺ തൈരും, പിന്നെ കുറച്ച് ഇഞ്ചിയും അതുപോലെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും വിസിലിൽ ഇതൊന്ന് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൻ കറി. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ 2 മസാലകളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിത് വേവിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അപ്പം, പുട്ട് ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മട്ടൻ കറി വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് നേരം ഉപ്പും വിനാഗിരിയും ചേർത്ത് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.